നമസ്കാരം വിദ്യാർത്ഥികളെ, ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ ഈ സെഷനിൽ എമർജൻസി ലൈറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: പി സി ബിയിൽ ഒരു കമ്പോണൻസ് കൂട്ടിച്ചേർക്കുക, ബാറ്ററിക്കുള്ള ചാർജിംഗ് സർക്യൂട്ട് നിർമ്മിക്കുക, എമർജൻസി ലൈറ്റിനായി ഇൻവെർട്ടർ സർക്യൂട്ട് കൂട്ടിച്ചേർക്കുക, എമർജൻസി ലൈറ്റിനായി ചാർജിംഗ് സർക്യൂട്ടും ഇൻവെർട്ടർ സർക്യൂട്ടും കൂട്ടിച്ചേർക്കുക. എമർജൻസി ലൈറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെൻറ്റുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടൂൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്: സോൾഡറിംഗ് അയൺ 10 വാട്ട് 240 വോൾട്ട് ഒരെണ്ണം, വയർ സ്ട്രിപ്പർ 150 mm ഒരെണ്ണം, ട്വീസർ 150 mm ഒരെണ്ണം, ഇൻസുലേറ്റഡ് വയർ കട്ടർ 150 mm ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം. മെറ്റീരിയൽസ്: സെൻറ്റർ ടാപ്പ് ചെയ്ത സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 240/7.5 0.7.5 വോൾട്ട് 2 ആംപെയർ ഒരെണ്ണം, റെക്ടിഫയർ ഡയോഡ് 5402 3 ലെഡ് ആസിഡ് ബാറ്ററി 6 വോൾട്ട് 10 മെയിൻ്റനൻസ് ഫ്രീ ടൈപ്പ് ഒരെണ്ണം, ടോങ്കിൾ സ്വിച്ച് 2 ആംപെയർ 240 വോൾട്ട് SPST സിംഗിൾ പോൾ സിംഗിൾ ത്രോ ഒരെണ്ണം, ടോങ്കിൾ സ്വിച്ച് 2 ആംപെയർ 240 വോൾട്ട് DPST ഡബിൾ പോൾ സിംഗിൾ ത്രോ ഒരെണ്ണം, റിലേ 6 വോൾട്ട് DC 5 ആംപെയർ, ഒരു NO ഒരു NC ഒരെണ്ണം, LED 5 mm പച്ച ഒരെണ്ണം, റെസിസ്റ്റൻസ് 1K 1/4 വാട്ട് ഒരെണ്ണം, റെസിസ്റ്റൻസ് 2.2K 5 വാട്ട് 2 റെസിസ്റ്റൻസ് 2.2 Ω 1/4 വാട്ട് ഒരെണ്ണം, കപ്പാസിറ്റർ 10 മൈക്രോ ഫാരഡ് 25 വോൾട്ട് ഒരെണ്ണം, കപ്പാസിറ്റർ 1000 മൈക്രോ ഫാരഡ് 25 വോൾട്ട് ഒരെണ്ണം, സോൾഡറിംഗ് ഫ്ലക്സ് 10 ഗ്രാം, സോഫ്റ്റ് സോൾഡർ 60% ലെഡ് 40% ടിൻ 50 ഗ്രാം, ജനറൽ പർപ്പസ് PCB 150 mm x 100 mm ഒരെണ്ണം, PVC ഇൻസുലേറ്റഡ് ടേപ്പ് 20 mm 10 മീറ്റർ ഒരു റോൾ, സ്ക്രൂ ടൈപ്പ് ഇൻകാൻഡിസെന്റ് ലാമ്പ് 6 വോൾട്ട് 15 വാട്ട് ഒരെണ്ണം, ഹീറ്റ് സിങ്കുള്ള ട്രാൻസിസ്റ്റർ 2N3055 ഒരെണ്ണം, റെസിസ്റ്റൻസ് 500 5 വാട്ട് ഒരെണ്ണം, കപ്പാസിറ്റർ 2.2 മൈക്രോ ഫാരഡ് 250 വോൾട്ട് ഒരെണ്ണം, ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ 6 വോൾട്ട് 20 വാട്ട്സ് ഒരെണ്ണം, അനുയോജ്യമായ മെറ്റൽ ബോക്സോട് കൂടിയ 20 വാട്ട്സിൻ്റെ ട്യൂബ് ഒരു സെറ്റ്, സിലിക്കൺ ഗ്രീസ് 5 ഗ്രാം. എമർജൻസി ലൈറ്റിനുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ എക്സസൈസിൽ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എമർജൻസി ലൈറ്റിനായി ചാർജിംഗ് സർക്യൂട്ട് നിർമ്മിക്കുക എന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ എമർജൻസി ലൈറ്റിൻ്റെ പവർ റിക്വയർമെൻറ്റുകൾ, ചാർജ് ചെയ്യുന്നതിന് ആവശ്യമായ വോൾട്ടേജും കറണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എമർജൻസി ലൈറ്റിനായി ചാർജിംഗ് സർക്യൂട്ട് നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ആക്സസറികൾ തിരഞ്ഞെടുക്കുക. ഒരു ലളിതമായ എമർജൻസി ലൈറ്റ് സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ടിലെ ഓരോ ഘടകങ്ങളും തിരിച്ചറിയുകയും ശേഖരിക്കുകയും ചെയ്യുക. കൂടാതെ അവയുടെ കൃത്യത പരിശോധിക്കുക. സാങ്കേതിക ആവശ്യങ്ങളും അസ്തെറ്റിക് സെൻസറും നിറവേറ്റുന്നതിനായി PCBയിൽ ബാറ്ററി ഒഴികെയുള്ള കമ്പോണൻറ്റ്സ് അറേഞ്ച് ചെയ്യുക. PCBയുടെ ഘടകങ്ങളുടെ ലേഔട്ട് വരയ്ക്കുക. ഡയോഡുകൾ, കപ്പാസിറ്ററുകൾ, ബാറ്ററി എന്നിവ ബന്ധിപ്പിക്കുമ്പോൾ ശരിയായ പൊളാരിറ്റി ഉറപ്പാക്കുക. PCBയിൽ അതാത് പ്ലേസിൽ കമ്പോണൻറ്റ്സ് മൗണ്ട് ചെയ്യുക. ഘടകങ്ങൾ സോൾഡർ ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് കണക്ഷൻ പരിശോധിക്കുക. ബാറ്ററി ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് കണക്ഷനുകൾ ശരിയാണെന്ന് ഉറപ്പാക്കാൻ 2 തവണ പരിശോധിക്കുക. തുടർന്ന് ബാറ്ററി കണക്ട് ചെയ്ത് പവർ സപ്ലൈ പ്ലഗ് ഇൻ ചെയ്യുക. ബാറ്ററി ചാർജിംഗ് ചെയ്യുന്നതിനായി AC സപ്ലൈ ഓൺ ചെയ്യുക. ചാർജിംഗ് വോൾട്ടേജ് അളക്കാൻ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കുക. കൂടാതെ നിങ്ങളുടെ ബാറ്ററി അത് അക്സെപ്റ്റബിൾ റേഞ്ചിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാക്കുക. AC സപ്ലൈ സൂചിപ്പിക്കുന്ന ചുവന്ന LEDയുടെ ഗ്ലോ പരിശോധിക്കുക. ബാറ്ററിയുടെ കേടുപാടുകൾ തടയുന്നതിനും സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും ഓവർ ചാർജിംഗ് പ്രൊട്ടക്ഷനോ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനോ പോലുള്ള അധിക സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുക. ബാറ്ററി ചാർജ് ചെയ്ത ശേഷം AC സപ്ലൈ ഓഫ് ചെയ്യുക. ലാമ്പ് ഓൺ ആക്കി എമർജൻസി ലൈറ്റിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയും ഇൻഡിക്കേറ്ററിൻ്റെ പച്ച LED ഓൺ ആണെന്നും എപ്പോഴും ചെക്ക് ചെയ്യുകയും വേണം. നമ്മുടെ അടുത്ത ടാസ്ക് എമർജൻസി ലൈറ്റിനായി ഇൻവെർട്ടർ സർക്യൂട്ട് നിർമ്മിക്കുക എന്നതാണ്.
ഇൻവെർട്ടർ ഉപയോഗിച്ച് നിങ്ങൾ പവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റിൻ്റെ പവർ കൺസപ്ഷൻ കണക്കാക്കുക. നിങ്ങളുടെ സർക്യൂട്ടിന് അനുയോജ്യമായ ഘടകങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. എമർജൻസി ട്യൂബ് ലൈറ്റ് സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ടിൻ്റെ ഓരോ ഘടകങ്ങളും തിരിച്ചറിയുക. ഇൻവെർട്ടർ സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നതിന് PCBയിലെ ഘടകങ്ങൾ സോൾഡർ ചെയ്യുക. ഒരു ചാർജിംഗ് സർക്യൂട്ട് ഉപയോഗിച്ച് ഇൻവെർട്ടർ സർക്യൂട്ട് ബോർഡ് അടയാളപ്പെടുത്തുക. സർക്യൂട്ട് ഡയഗ്രാം ഫോളോ ചെയ്ത് PCBയിലേക്ക് ഘടകങ്ങൾ സോൾഡർ ചെയ്യുക. ഡയോഡുകൾക്കും കപ്പാസിറ്ററുകൾക്കും ശരിയായ പൊളാരിറ്റി നിരീക്ഷിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ വേണം. പവർ ട്രാൻസിസ്റ്ററുകൾ ഹീറ്റ് സിങ്കുകളിൽ ഘടിപ്പിച്ച് അവയെ PCBയിലേക്ക് ബന്ധിപ്പിക്കുക. ഫ്ലൂറസെൻ്റ് ട്യൂബ് ലൈറ്റിനെ ബന്ധിപ്പിച്ച ശേഷം എമർജൻസി ലൈറ്റ് പരിശോധിക്കുക. ചാർജിംഗ് യൂണിറ്റ്, ഇൻവെർട്ടർ, ഫ്ലൂറസെൻ്റ് ട്യൂബ് എന്നിവ ഒരു പെട്ടിയിൽ അല്ലെങ്കിൽ കേസിൽ പെർമനൻ്റായി ഫിക്സ് ചെയ്യുക. ഇൻഡിക്കേറ്റിംഗ് LED ചുവപ്പും പച്ചയുമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സർക്യൂട്ട് പവർ കൊടുത്ത് അതിൻ്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുക. വോൾട്ടേജുകൾ, കറണ്ടുകൾ, തരംഗരൂപങ്ങൾ എന്നിവ അളക്കാൻ ഒരു മൾട്ടിമീറ്ററും ഓസിലോസ്കോപ്പും ഉപയോഗിക്കുക. അമിതമായ ചൂടല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയർ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതിനനുസരിച്ച് ട്രബിൾ ഷൂട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. PCBയിൽ കമ്പണൻസ് കൂട്ടിച്ചേർക്കുക, ബാറ്ററിക്കുള്ള ചാർജിംഗ് സർക്യൂട്ട് നിർമ്മിക്കുക, എമർജൻസി ലൈറ്റിനായി ഇൻവെർട്ടർ സർക്യൂട്ട് കൂട്ടിച്ചേർക്കുക, എമർജൻസി ലൈറ്റിനായി ചാർജിംഗ് സർക്യൂട്ടും ഇൻവെർട്ടർ സർക്യൂട്ടും കൂട്ടിച്ചേർക്കുക. ഒരു എമർജൻസി ലൈറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.